അപ്പാപ്പ ഞാൻ പറഞ്ഞില്ല ഇവൻ ഇത്രയും ബുദ്ധിയുള്ള അപ്പാപ്പ. ജസ്റ്റ് ഒരു കോ ലീഡർ മീറ്റിംഗ് ആണ് ഇവിടെ നടക്കാൻ പോണത്. കീരിന്റെ ഓ ഡയറക്റ്റ്. ഹലോ റിപ്പയർ ചെയ്യാനാണോ ഉദ്ദേശിച്ചത്? വസുവിനെ പിന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കളർ തീം മാറ്റാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതല്ല നമ്മുടെ കളർ തീം. പിന്നെ നമ്മുടെ 60% ബ്ലാക്ക്, 20% റെഡ്, 20% ബ്ലൂ, അങ്ങനെയാണ് ഇപ്പൊ കറന്റ്ലി ഉള്ള ബാലറ്റ്. 50, 25, 25 ആണെന്ന് തോന്നുന്നു. ഈ 10% ആരായിരുന്നു അളന്നത്? ഇത് നിങ്ങൾ എന്താ പറയണേ? എന്താടാ എടാ സെക്ക, നീ എന്തേലും പറഞ്ഞായിരുന്നോ റേഡിയോയില്? കണ്ടില്ലേ? എന്ത് സേവ് ചെയ്യണമെന്നോ? എന്തിനാ? വണ്ടി സർവീസ് ചെയ്യാൻ. ഓക്കെ 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 ഓക്കെ. അത് അവിടെ ഇട്ടോ. ഓക്കെ. ഹലോ അണ്ണാ, പറയടാ. അണ്ണല്ലേ പറഞ്ഞ വണ്ടി നിർത്തണമെന്ന്. എടാ ചന്ദ്ര, ഞാൻ വണ്ടി നിർത്തണമെന്ന് ഇവിടെ ഞാൻ നിർത്തിയിട്ട് പറഞ്ഞതല്ലേടാ. നിർത്തിയിട്ടല്ലേ പറഞ്ഞേ? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, ഞാൻ അത് തിരിച്ചെടുത്ത്. അപ്പാപ്പ ഞാൻ പറഞ്ഞില്ല ഇവൻ ഇത്രയും ബുദ്ധിയുള്ള അപ്പാപ്പ. ഇവിടെ നിർത്തിയിട്ടല്ലേ അണ്ണ പറഞ്ഞത് ഇവിടെ നിർത്തണമെന്ന്. എടാ മലയാളമേ, നിന്നോട് എടാ നിന്നോട് ഞാൻ പറഞ്ഞത് വണ്ടി ഞങ്ങൾ അവിടെ നിർത്തി. ചന്ദ്ര, ഞാൻ വണ്ടി നിർത്തിയേക്ക് ഞാൻ ഇപ്പൊ വരാന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, സമ്മതിച്ചേക്കാം പാപ്പ, സമ്മതിച്ചേക്കാം. വാ 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 ചന്ദ്ര, വാ. വണ്ടി ഒന്ന് ഒതുക്കി, റോഡിൽ നിന്ന് ഒതുക്കി നിർത്തണേ. വാ. അവിടെ കളഞ്ഞു വരുവാ. ചന്ദ്ര, ജസ്റ്റ് ഒരു കോ ലീഡർ മീറ്റിംഗ് ആണ് ഇവിടെ നടക്കാൻ പോണത്. അപ്പൊ വാറില്ലേ? വാറിന് ആള് വരട്ടെ. നീ ഇറങ്ങ്. ഞാൻ വണ്ടി ഒന്ന് ഓഫ് ചെയ്തോട്ടെ. നമ്മുടെ എഞ്ചിനിരുന്ന് കുലുങ്ങുന്നുണ്ടാ പാപ്പാ? ഇളകി വീഴും അത്. വല്ലാത്തൊരു ഇളക്കേ, കാണുമ്പോ തന്നെ പേടിയാണ്. അടിയൊക്കെ ഓക്കെയാണ്. ചന്ദ്രൻ, ഞങ്ങളെ 2 കോ ലീഡേഴ്സിനും അസ് എ കോ ലീഡർ 2026 എന്ത് ചേഞ്ചസ് ആണ്? അല്ലല്ലോ, നീ കോ ലീഡറാ. എന്താ ബുദ്ധിയില്ലേ? ഞങ്ങൾ 2 കോ ലീഡേഴ്സ് ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാ നീ ഒരു കോ ലീഡറാ. അപ്പൊ 2026 ടിവിക്ക് എന്ത് മാറ്റം അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് നിന്റെ പ്ലാൻ? എന്നാ ഫസ്റ്റ് മാറ്റം വരുത്താനെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ മെറ്റടിച്ചോറന്മാരൊക്കെ കൊന്നോളണം ആദ്യം തന്നെ. കണ്ടാ, അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലേ ലീഡർ അല്ലേ, ഞാൻ കോ ലീഡർ അല്ലല്ലോ. അല്ല, നിങ്ങൾ രണ്ടുമല്ലേ കോ ലീഡേഴ്സ്? അന്നത് വെള്ളം പോലെ സംസാരിക്കുമ്പോ ഞാൻ അതാണ് ഇങ്ങനെ ആലോചിച്ച ഇങ്ങനെ കുറച്ചു തരാം. ഞാൻ ലീഡർ. ഞാൻ കൊണ്ടുവരാൻ പോകുന്ന ടി വിയിലെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളുടെ ഉറപ്പായിട്ടും അത് കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പോണ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അന്ന് പറഞ്ഞതുപോലെ 2025 നമ്മള് കൊറേ കമ്മ്യൂണിക്കേഷൻസ് നമ്മള് RPs നമ്മള് മിസ് ചെയ്തായിരുന്നു. അല്ല, അന്ന് 2 ദിവസം മുന്നേ എന്റെ അടുത്ത് പുറത്ത് പറഞ്ഞിരുന്നു ചിലപ്പോ കേട്ടെ. അപ്പൊ പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷൻസ് കൊണ്ടുവരണം. അതിന്റേതായിട്ട് എന്താ ചെയ്യണ്ട, അതാ എന്റെ ചോദ്യം. അന്നൊരു മണ്ട റേഡിയോ പറഞ്ഞായിരുന്നല്ലേ ഇവന്റ് കൊണ്ടുവരാന്ന്. അത് ഇവന്റ് നടത്തണമെന്നാണ് പറഞ്ഞേ. അണ്ണാ ഇവന്റ് നടത്തി നമുക്ക് ആർപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ആർപ്പ് ചെയ്യേണ്ട ഇവന്റും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരണമെന്നാ പറഞ്ഞത്. അണ്ണാ ഒരു സെക്കൻഡ് ഈ റേഡിയോ ഒന്ന് ഞാൻ ഇറങ്ങട്ടെ.
എടാ നമ്മുടെ സിറ്റുവേഷനിലല്ലേ അത് വീണ്ടും വള്ളിയാക്കല്ലേ രണ്ട് വള്ളി ഒരുമിച്ചെടുക്കല്ലേ അമ്മടുത്ത് എന്തോ ചോയിര് പണ്ട് കെട്ടില്ല സത്യായിരിക്കും എന്തിനാ കൊന്നെന്ന് ചോദിച്ചോടാ ഇത് കഴിയട്ടെ ചോദിക്കാം കൊടുക്ക പറഞ്ഞു കൊണ്ട് പൊക്കിപ്പിക്കാം ഹെലി പൊട്ടിച്ചത്തതാണോ ഇവിടെ ഹെലി മറിഞ്ഞ സിമ്പിൾ കാര്യങ്ങളുണ്ട് അവന്മാരിപ്പോ വാർച്ചായിട്ട് റിപ്ലൈ ആയിരുന്നു നമ്മൾ ഇത് ഓവർ സ്ട്രെസ് ആവുന്നതാണ് എല്ലാത്തിനുള്ള ഈ പ്രശ്നങ്ങളുടെ ചന്ദ്ര ഒരു വാറ് നടക്കുമല്ലേടാ അല്ല അപ്പൊ ഇതിപ്പോ നോക്കിയാണ് ഇൻസ്റ്റ റിപ്ലൈ ആയിരിക്കും ഞങ്ങളിപ്പോ കൊന്നില്ലെന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞ അവിടെ ഇപ്പൊ അല്ലെങ്കിൽ വണ്ടി തെറ്റിയാണ് ഇപ്പൊ അവർ മോളി പറയുന്നു അയ്യോ അന്നാ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി മറ്റേ മെറ്റടിച്ച എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇങ്ങോട്ട് വരുവേ TBS ആണ് കൊന്നെന്ന് ഉറപ്പാണോടാ അവര് വണ്ടി ഇടിച്ചു വന്നാണോ വണ്ടി അറിയാണ്ട് തട്ടി അമരില്ല അറിഞ്ഞിട്ടുണ്ടാവൂല കേട്ടാ സംസാരിച്ചു നോക്ക് വെറുതെ നമ്മൾ കയറി ഇതാവണ്ട എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ കുറച്ച് ചേഞ്ചസിനെ പറ്റി പറഞ്ഞുതരാം. ബുദ്ധിയുള്ള നമുക്ക് രണ്ടും സംസാരിക്കാം. അതാണ് നമുക്ക് സംസാരിക്കാം. എടാ നിന്റെ ഫോണേ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ റൂമിൽ വന്ന് കൊണ്ട് കുത്തിയിടരുതെന്ന്. ഇല്ല എന്റെ ഫോൺ പൊട്ടിയിട്ട് ഇപ്പൊ ഒരാഴ്ച ഇല്ല. നീ കൊണ്ട് കുത്തിയിട്ടിരിക്കുവായിരുന്നു ഒരാഴ്ച തൊട്ട് എന്റെ റൂമിനകത്താ കൊണ്ട് കുത്തിയിട്ടോണ്ടിരിക്കണം നീ. ഇല്ല അത് പോയി, ആ ഫോൺ പോയി. അത് ആരെ ഫോൺ അറിയാമോ? ബാബുവിന്റെ ഫോൺ ഉപയോഗിച്ചോണ്ടിരുന്നത്. ബാബുവിന്റെ ഫോൺ അല്ല നിന്റെ ഫോൺ തന്നെ. അലീനെ എല്ലാം അലീനെ വിളിച്ചപ്പോൾ ഞാനാണല്ലോ ഫോൺ എടുത്തിട്ട് പറഞ്ഞത് നീ ഉറങ്ങുക എന്നുള്ള രീതിയിൽ. ഇന്ന് മെനഞ്ഞാന്നും കൂടി ഞാൻ വിളിച്ചു പറഞ്ഞു. അലീനെ അടുത്തല്ലേ ചോദിച്ചു നോക്ക്. അതാണ് ബാബുവിന്റെ ഫോണിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ എല്ലാം എടുത്ത് നോക്കിയായിരുന്നു. ഞാൻ നോക്കിയപ്പോഴേ പാസ്വേഡ് ഒന്നും ഇടില്ലല്ലേ ഫോണിന്. ഞാൻ എടുത്ത് നോക്കിയപ്പോഴാ 400 കോടി വന്നിട്ടുണ്ടല്ലോ പമ്പിന്ന് എടുത്ത ഫണ്ട് എല്ലാം കൂടെ ആയിട്ട്. 400 ഫേക്ക് ഫേക്ക് അണ്ണനെ പമ്പിൽ പോയിട്ടെ പമ്പിലൊന്ന് പോവാം. വാ നമുക്ക് ഈ കാര്യം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇത് പറഞ്ഞിട്ട് പോ പോകുന്ന വഴിക്കല്ലേ. നമുക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് ചേഞ്ചസ് വന്നല്ലോ. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് ഈ ലീഡർ ഒഴിച്ചിട്ട് ലീഡർ എപ്പോഴും ഒറ്റൊരാളല്ലേ പറ്റത്തുള്ളൂ. അതെ അപ്പൊ ലീഡർ ഒഴിച്ചിട്ട് ഈ പഴയ കോലീഡേഴ്സിനെ ഒക്കെ മാറ്റുന്നതിലൊക്കെ എന്താണ് വാസുവിന്റെ അഭിപ്രായം? എല്ലാത്തിനും ഒരു പുതുമയാവുമല്ലോ. അപ്പൊ പറഞ്ഞ അപ്പാപ്പന്റെ ഇറങ്ങണ്ട കേറില്ലല്ലോ. അല്ല പഴയ കോലീഡേഴ്സ് പ്രായം കൊണ്ടല്ല. പഴയ കൊല്ലിഡസ് വേണ്ടതാണ് അപ്പാപ്പ പറഞ്ഞേ. അപ്പാപ്പന്റെ ഐഡിയയില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പറ. ഇതല്ല ഇത് ഈ കോലീഡറെ മാറ്റുന്നൊക്കെ ഓൾറെഡി ഡിസൈഡ് ചെയ്ത കാര്യങ്ങളാണ്. അതാണ് ബാബുവിന്റെ വാസനം പറഞ്ഞാണ് സിറ്റി കയറപ്പോ തന്നെ കിണ്ടു. അപ്പൊ നമുക്ക് ചന്ദ്ര എന്ത് ചെയ്യാൻ പറ്റൂടാ? നീ ഒന്ന് പറയടാ. എന്താ കൊണ്ടുവരണ്ടേ ഇനി? ഇതിനകത്ത് എന്തോ ഇനി നമ്മൾ ഇനി കൊണ്ടുവരാ ഉള്ളേ? കൊണ്ടുവരണ്ടേന്ന് പറഞ്ഞാൽ ഞാൻ നമുക്ക് ഇപ്പം പിള്ളേര് സംസാരിക്കുമല്ലോ, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് പിള്ളേര്. നമുക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും മൂത്ത് നിൽക്കുന്ന ഒരുത്തിനെ പിടിച്ചങ്ങ് കെട്ടിച്ചാലോ? കല്യാണം നടന്നു കഴിഞ്ഞാൽ ഒരാൾ മാത്രമല്ല സംസാരിക്കത്തുള്ളൂ. കല്യാണം കഴിക്കുന്ന ആള് മാത്രമല്ല സംസാരിക്കത്തുള്ളൂ. നമ്മള് പന്തല് ചോറിടിയിൽ ചോറ് കൊടുക്കല് കറി വിളമ്പല് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തോ ഒരു ഇതുണ്ടാ. അങ്ങനെയാണെങ്കിൽ കിടിലം പയ്യുണ്ട്. എടാ നീ ഓൾറെഡി പെണ്ണും കെട്ടി നീ മറ്റേ ആരാണ്ട ഒരുത്തിനെ ദത്തും എടുത്ത് നീ കൊണ്ട് ഇതുവഴിയെല്ലാം നടക്കണം. നിന്റെയൊക്കെ ഇനി എന്ത് നടത്താൻ? അല്ല ഒരു കല്യാണമായിട്ട് ഇങ്ങനെ അയ്യോ ഇനി ഒഫീഷ്യലായിട്ട് നടത്താം. വേണ്ട അത് അല്ലെങ്കിൽ നമുക്ക് ജുഗ്രുവിനെ കെട്ടിക്കാണ്. അവനെ എടുത്ത് പിടിച്ചോണ്ട് നടക്കണം കുറെ ആളായിട്ട്. പക്ഷെ ജുഗ്രുവിന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലടാ ഇപ്പഴേ. നമ്മൾ ഓൾറെഡി സംസാരിച്ചായിരുന്നു അതിനെ പറ്റി. എന്റെ അഭിപ്രായത്തില് വേറൊരാളുണ്ട്. അത് മൂത്ത് മുരടിച്ചാണ്. കഴിച്ചു നിൽക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കഴിച്ചിരിക്കുകയാണെങ്കിൽ കീരിന്റെ നടത്താം. കീരിന്റെ അറിഞ്ഞായിരുന്നാ? ഇല്ലില്ല. കീരി ഒന്ന് കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞില്ലേ അവൾ ആ പ്രേമിച്ചാലും എന്റെ അടുത്ത്
ഞാനല്ല അവൾ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെങ്കിൽ എന്നെ പ്രേമിക്കത്തുള്ളൂ എന്ന്. അവളെ വേറെ തന്നെ കെട്ടി ഡയറക്റ്റ്. ഡയറക്റ്റ് ഹലോ 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 അറിഞ്ഞില്ലേ ഈശ്വരയുടെ കാര്യമാണ്. ഇന്നലെ നെഞ്ച് തകർന്ന് നടപ്പുണ്ടായിരുന്നു. ചോദിക്കുമ്പോ ഭയങ്കര റിബലായിട്ടുള്ള ആള് സംസാരിക്കുന്നത് ഇപ്പൊ. ബ്ലൈൻഡ് റിബൽ ആയിട്ടാ. സൂപ്പർ. ആണ് അതായത് ഭയങ്കര എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയില് ആള് കയ്യിൽ നിന്ന് പോയി കിടക്കുക. അപ്പൊ എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ അവനെ പിടിച്ച കെട്ടിക്ക. അവന്റെ ആ ഒരു തീരട്ടങ്ങ്. ഇല്ലടാ, കെട്ടാൻ അവനെ കെട്ട പെണ്ണുങ്ങൾ വേണ്ടേ? പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ കൊറേ പേരുണ്ടോ ഇപ്പൊ ചിലപ്പോ കൊറേ പെമ്പിള്ളേരുണ്ട്. പെമ്പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അവനെ കെട്ടാൻ താല്പര്യമുള്ള ഒരാൾ വേണ്ടേ? നമുക്ക് അറേഞ്ച്ഡ് ആയിട്ട് ഒരു പെണ്ണിനെ കണ്ട് സംസാരിച്ച് നമുക്ക് സംസാരിച്ച് സെറ്റാക്കി. ഞാൻ സാറ്റലൈറ്റ് വഴി അറിഞ്ഞത് എന്താണെന്നറിയോ? കീരിയെ കളഞ്ഞിട്ട് TJ ഒരു പയ്യനായിട്ടാണ് കല്യാണം കഴിഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞു. അന്ന് TJ മേടി കമാരം കൊണ്ടുപോയത് പോലെ ആയി പോയല്ലോടാ ഇത്. ഇവൻ മണ്ടനായിപ്പോ. ഇവന് അപ്പോഴേ പറഞ്ഞു. എന്നിട്ട് പറയാ ഞാൻ ഇരിക്കേണ്ടടുത്ത് ഇരിക്കാത്തോണ്ട് ഒരു പട്ടി കയറി ഇരുന്നോന്ന്. അല്ല അങ്ങനല്ല കേട്ടോ പറഞ്ഞു. വിഷയം അത് വേറെ. കീരി എവിടെ ഉണ്ടാ? വന്നടാ കീരി ഒന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടോ നമുക്ക് നീയിലേക്ക് ഒരുങ്ങി കണ്ണൊക്കെ എടുത്തു പോയാ നമുക്ക് ഇതൊരു വാറിന് പോവാ. നീ വന്നാ മതി. 1044. ഇവ ആരാ പറ്റാൻ? അവൻ ഏതോ വീട്ടിൽ നിന്ന് സഞ്ചി നിറച്ച് സാധനം സാധനമില്ല. അത് പന്നി അതാക്കിയിരിക്കണം. ഹണ്ടിങ്ങിന് പോയവനാ. ഞാനോർത്ത് ഒരു ചാക്ക് ഒരു പന്നീനെ പച്ചക്ക് കളിച്ചു. ഇതൊന്ന് വരുമ്പത്തേക്കും കാറിലെ ചോദിച്ചോളാം. എന്തൊക്കെ ഞാൻ പറയണ ഒരു കാര്യം, നമുക്ക് ഇംപ്ലിമെന്റ് എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്, പക്ഷെ ഞാൻ അത് പറയില്ല. എന്താടാ അണ്ണാ? നമ്മൾ പറയണ ന്യൂ ഇയറിലെ നമ്മൾ പറയണ കാര്യങ്ങളൊക്കെ മുമ്പിൽ പോകുന്ന കേട്ടിട്ടുണ്ടേ. ആണല്ലേ? അതുകൊണ്ട് നമ്മളെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഈ വർഷം തീരുമ്പോ ഈ വർഷം നന്നായി വരുമെന്ന് പറഞ്ഞില്ലേ? അന്നോട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ എനിക്ക് കവടിയാർ പോലും പോകാൻ പറ്റില്ല തിരുവനന്തപുരത്ത്. അണ്ണ ഈ വർഷം അവസാനം അണ്ണ വന്നിട്ട് കൈയടിച്ചിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറയും വെല്ലൻ ചന്ദ്രാന്ന്. നടക്കാൻ പോണില്ല ഒരിക്കലും നടക്കാൻ പോണില്ല. നോ വേ. കൊല്ലുടെ സ്ഥലത്തിലോട്ട് ചെയ്യണം. നമുക്ക് ഒരുമിച്ച് ചെയ്യണം. ചെയ്ത് കൊടുക്കണം. അപ്പാപ്പ എന്തെങ്കിലും ഐഡിയ ഉണ്ട്? അപ്പാപ്പൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക. അപ്പാപ്പ ഇവന് നമുക്ക് ചന്ദ്രനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇച്ചിരി അല്ല. അപ്പാപ്പ ഞാൻ വേറൊരു സീരിയസ് ആയിട്ട് പറയാൻ പോവാ. ഇനി അണ്ടി ഫാക്ടറി നമ്മൾ എത്ര നാളായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പെൻഡിങ് വെച്ചിരിക്കുന്ന കാര്യമാണ്. അതിലും വലിയൊരു RP വേറെ ഇല്ല. അല്ല, അതിലും വലിയ നമുക്കൊരു സംരംഭം വേറെ ഇല്ല. എല്ലാരും അണ്ടി ഫാക്ടറി. അത് ജസ്റ്റ് ഒന്ന് ഇതാക്കണം ഗൈസ്. വണ്ടി അപ്പൊ ഈ വണ്ടി സേവ് ചെയ്തില്ലെന്ന് പറഞ്ഞ ഒന്നും പറ്റാൻ പോലില്ലല്ലോ. ഇല്ലല്ല, വേറെ വണ്ടി എടുത്താ പോരെ? വേറെ വണ്ടി എടുത്താ ഇതവിടെ വെളി കിടന്നോളും ഗൈസ്. ചില്ലാവും. അപ്പൊ അതൊന്നും കാര്യമായിട്ട് ചെയ്ത് അപ്പൊ ഇവർക്ക് ഈ മിസ്റ്റർ എക്സിന് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പറ. ഇവിടെ സിറ്റിയിൽ വേറെ ബാങ്ക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. 2026 ഞാൻ ഒരു റെസൊല്യൂഷൻ എടുത്തിരിക്കുന്നത് അറിയോ? മിസ്റ്റർ എക്സിന്റെ അടുത്ത് ഞാൻ ഇനി നല്ല എതിർത്ത് തന്നെ ചൂടായൊക്കെ സംസാരിക്കുള്ളൂ. ഇനി ഇവന്മാർ ഇത്രയും കാലമായിട്ട് പറ്റിച്ചോണ്ടിരിക്കണം. പൈസ തരാം പൈസ തരാം. അപ്പൊ ഞാനൊരു ഗ്യാങ്ങിനൊരു സ്ലോട്ട് ഇട്ടേക്കാം. നമ്മൾ അതിനുശേഷം പിന്നെ ചോദിച്ചില്ലല്ലോ മിസ്റ്റർ എക്സിനോട്. ഞാൻ പുള്ളിയോടെ ഒന്നും കേൾക്കൂലല്ലോ. അവൻ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ആ ഹണിമൂണൊക്കെ പോയി കറങ്ങി നടക്കുക. ടൈഗ അവന്റെ പേരെന്തായിരുന്നു? അവര് ജ്യൂസായ. ഓഹോ, അതിന്റെ ഡിപ്രഷനിലെ പുള്ളി. അയ്യോ അതാ കണ്ടോ ആ മനുഷ്യനെ പറ്റിയല്ലേ പറഞ്ഞെങ്കിൽ. ഞാനൊരു ഐഡിയ പറയട്ടെ സാറിനാ. മുമ്പ് നീ പറയണ്ട. സീരിയസ് ആയിട്ടാണ് ഇത്. ഈ നമുക്ക് ഈ അണ്ടി ഫാക്ടറി തുടർന്നുള്ള RP നമ്മുടെ ഇല്ല.
പക്ഷെ അതെന്റെ എനിക്കിപ്പൊ എന്റെ ഇതിലൊരു കിടിൽ ഐഡിയ വന്നു. എന്ത്? നമുക്കൊരു കട എടുക്കാം. എന്റെ കടയില്ലേ, ചന്ദ്രൻസ് കട, അവിടെ നമുക്കൊരു ഫുഡിന്റെ ഷോപ്പാക്കാം. അണ്ടി ബർഗേഴ്സ്. അതായത് നമ്മൾ അണ്ടി ഫാക്ടറി എന്ന് പറഞ്ഞാൽ അണ്ടി ഉടച്ച് തല്ലി ബർഗറിന്റെ അകത്ത് കയറി ഫില്ലിങ്സ് ഒക്കെ ചേർത്ത് കിടില സാധനം 75+ ഹെൽത്ത് കയറുന്ന രീതിയിൽ അണ്ടി ബർഗർ ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നവന്മാരൊക്കെ മൂഞ്ചാൻ കളിക്കണം. നമ്മള് വലിയ ഫാക്ടറി റൺ ചെയ്യല്ലേ. അപ്പാപ്പ എന്താ വെച്ചോ ഇതൊക്കെ വർക്കാവും അപ്പാപ്പാ? ഇല്ല റച്ചിട്ടേ. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചു പോലും അതൊന്നുമില്ല. പറ്റാത്ത നമ്മൾ വെറുതെ വാഗ്ദാനം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് വണ്ടി സേവ് ചെയ്യല്ലോ. പഞ്ചട്ടിപ്പൂർ ഹാപ്പി ന്യൂ ഇയർ. നമ്മളങ്ങനെ 6ാമത്തെ വർഷത്തിലോട്ട് കിടക്കാൻ പോകണല്ലേ. അത് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, എന്ത് നല്ല ഓർമ്മകളായിരുന്നു പണ്ടൊക്കെ. എടാ നീ 2025 പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നോ? എന്ത്? നീ ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഡയലോഗ് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കേൾക്കാൻ വേണ്ടി. എനിക്ക് കുറെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. സെൽഫി ആലോചിച്ചോടാ, നീ എന്ന് പറഞ്ഞേ നമ്മള് വിട്ട കാര്യമല്ലേ. നീ എന്നെ വാസോനെ മാറ്റി നിർത്തിയിട്ട് നീ മാസായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു. മാസ് ബീജം ഞാൻ അവിടെ മര്യാദക്ക് അത് സോൾവ് ചെയ്തിരുന്നത്. അപ്പൊ നീ അവിടെ ഒരു മെസ്സ് അടിച്ചായിരുന്നു അളിയാ. നീ ഒരു മെസ്സ് അടിച്ചായിരുന്നു. എന്താ മറ്റേ അവള് ഒരുത്തർ താലി കെട്ടുന്നുണ്ടെങ്കിൽ അവളൊരുത്തൊരു തല കുലിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല അങ്ങനെയല്ല. എങ്ങനെയായിരുന്നു പറയാൻ കേക്കട്ടെ? യെസ് പറയുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് മാത്രമേ. ഇപ്പൊ പുള്ളിക്കാരി വേറെ കമ്മിറ്റഡ് ആയോ? ഇപ്പൊ പറയുന്നത് നിന്നോട് കൂടിയായിരിക്കും എന്നാണ്. അല്ല വേറെ ജസ്റ്റ് അറിയാൻ വേണ്ടി. പുള്ളിക്കാരി കമ്മിറ്റഡ് ആയോ? അല്ല എനിക്ക് അറിയില്ല. ആരാ അറിയത്തില്ല. ഇല്ല. ഇന്നലെ ഒരു സന്യാസിയാണ്. ആണല്ലേ? അതെ, ചന്ദ്രൻ അറിയാലോ. ചന്ദ്രൻ ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. അത് എന്നുവരെയാന്ന് അറിയാം. ഈ സന്യാസിക്ക് ഏതെങ്കിലും ഒരു പെണ്ണ് വരുന്നിടം വരെ ആ സന്യാസം തുടരും. എന്നിട്ട് അവളെ സെറ്റ് ചെയ്ത് വീണ്ടും മല ഇറങ്ങി വരുന്നീ. നിന്നെ കുറെ കാലമായില്ലേ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ എന്നാ ജസ്റ്റ് അതിന്റെ പേരെന്തായിരുന്നു? ഞാൻ ഒരു കെട്ടി വെച്ചെടുത്ത പന്നീനെ കൊണ്ടുവരുന്നു. ഓ പറഞ്ഞോ. സുഖല്ലേ? ഓ സുഖാണണ്ണാ. റാഷ കല്യാണം കഴിഞ്ഞോ? അയ്യോ ഇല്ല. ആണോ? റാഷ കമ്മിറ്റഡ് ആയോ? ഇല്ല ഇല്ല ഇല്ല. റാഷ കമ്മിറ്റഡ് ആയെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്താ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു ഉണ്ടാക്കുന്നതായിരിക്കും ഇതൊക്കെ. വാസവണ്ണന്റെ അടുത്ത് ഞാൻ ഒന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ. ഒരാണും പെണ്ണും ഒന്നിച്ച് നടന്നതിന് എന്താ പറയാ, സ്വാഭാവികം ആണല്ലേ? അതെ. ഇത് ഈ സമൂഹം ശരിയല്ല, അതാണ് പ്രശ്നം. സമൂഹം ശരിയല്ല അണ്ണ, പലതും പറഞ്ഞു നടക്കുന്നണ്ണ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട അണ്ണ. അതെ 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 അതെ, സത്യം. നമുക്കല്ലേ അണ്ണ നമ്മളെ അറിയുള്ളൂ. വേറെ മറ്റാരെക്കാളും കൂടുതൽ നമുക്കല്ലേ നമ്മളെ അറിയുള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. മറ്റേ കീരിയില്ലേ, പുള്ളി തൂങ്ങിച്ചത്തു. സമൂഹം പറയണത് കേട്ടു അവൻ. എനിക്കൊന്നും അതിൽ ചെയ്യാൻ പറയാനൊന്നുമില്ല. പുള്ളി കയറി ഇന്നലെ തന്നെ തൂങ്ങി. എന്തൊക്കെയാണോ പറയണേ? മരണാനന്തര ചടങ്ങുകൾ ഗ്യാങ്ഹൗസിൽ വെച്ചോണ്ടേ ഞങ്ങള് വാർച്ചാറ്റിലിടാം. അണ്ണാ അറിയില്ലല്ലോ. ചന്ദ്രനാണിത്. ചന്ദ്രൻ പറഞ്ഞ കേക്കാവോ റാഷയ്ക്ക്? ഇല്ല. ഒരു സെക്കൻഡ്. സ്പീക്കറാ പറയോ, സംസാരിക്കുന്നുണ്ട്. ഹലോ റാഷ. അയ്യോ അതെ, സ്പീക്കറിൽ എന്തോ ബഗ്ഗാണ് കേട്ടോ. മനോബ്രോ ഇവിടെ എത്രണ്ണോടെ മനോബ്രോ ചെയ്തേ? 25 മനോബ്രോ, വാട്ട് ദ ഫക്ക്. റാഷ കേക്കാവോ? ആ കേക്കാം. മനോബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 25 ആൾക്കാര് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ആണും ചേർന്ന് നടക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ആണ്. ആണോ അല്ല. അയ്യോ ആണും പെണ്ണും. പക്ഷെ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് പറയുന്നത്.
ഇതുവരെ ഒരു വണ്ടി എന്റെ അങ്ങനെ ഞാൻ ഇപ്പൊ കൊടുത്തേ, ആയിട്ടില്ല. ഞാൻ വെറുതെ ഓടിച്ചോക്കാം. ഉടനെ ആകും എന്നല്ലേ അതിനർത്ഥം. അത് പറയാൻ പറ്റില്ല. അതാരാളുടെ പേരെന്താന്ന് പറയുവോ? അല്ല ഇതിന് ഡോറിന് വക്കുണ്ടോ കേട്ടോ? മാഡി. മാഡി ഏതെങ്കിലും കുടുംബത്തിലുള്ളതാണോ? കളഞ്ഞു നോക്കിക്കടാ. അതെ, ഏതാണ്? TGA. അസമനെ ഇനി ആ കൊച്ചിന് നമ്മൾ ഒരു ബന്ധമില്ലാത്ത കൊണ്ട് പറ അസമനെ അങ്ങോട്ട്. ആ, ആണ്. എന്ത്? അല്ലല്ല, just നല്ല പയ്യനായിരിക്കും അല്ലേ? ആ, അപ്പൊ നമ്മുടെ കീരി താങ്ക് യു സോ മച്ച്. അല്ല നമ്മുടെ കീരിയുടെ കാര്യം പുറത്തുണ്ട്. വാസണ്ണ, ഇത് ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും സംസാരിച്ച കാര്യമല്ലാണ്. സബ്മിറ്റ് ആവാൻ പോവാന്നോ? അയ്യോ അതല്ല, പിന്നെ? കീരിയുടെ എന്റെ മാറ്റർ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ റാഷ. ആ ചോദിക്ക്. റാഷ, മലയുടെ മോളിലൊക്കെ പോയിട്ട് നിങ്ങൾ ഒരുമിച്ച് ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്ത് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇത്രയും ഒരുമിച്ചൊക്കെ നടന്നിട്ട് അത് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അവൻ നെഞ്ച് തകർന്ന അവൻ കേറി തൂങ്ങി വാസണ്ണ, അവന്റെ അടുത്ത് എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ? റാശ ഹോപ്പ് കൊടുത്തു കേട്ടോ. റാശ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൻ വാ തുറന്നായിരുന്നു എനിക്ക് ഹോപ്പ് ഹോപ്പല്ല കൊടുത്തത്. എനിക്ക് റാഷക്ക് കാര്യം അറിയോ? തൂങ്ങിച്ചത്ത അവനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഹേർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അതിനകത്ത് റാഷ. അവര് പറയുക റാശ എന്നൊരു ആളാണ് എന്റെ ഹാർട്ടിന്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഡോക്ടർ. ഞാൻ എന്ത് പറയാനാ? പക്ഷെ റാശക്ക് എന്താ പറയാ, അവന്റെ ട്രസ്റ്റ് ഉണ്ടായിരുന്നു റാശ. എങ്ങാനും റാശ ഒരാൾക്ക് താലി കെട്ടാൻ തലകുനിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ മുന്നിലായിരിക്കും എന്നാണ് ചന്ദ്രന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ അലീന ഇപ്പം ചന്ദ്രനെ സിറ്റിയിൽ അവോയ്ഡ് ചെയ്ത് നടക്കുന്നു. അലീന ചന്ദ്രന്റെ അടുത്ത് മിണ്ടണില്ല. ചന്ദ്രൻ മിണ്ടാൻ പോകുമ്പോഴത്തേക്ക് അലീന സിറ്റിയിൽ നിന്ന് ഇറങ്ങി പോവാന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ആവുമ്പം ചന്ദ്രൻ എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഫീൽ ചെയ്യും? ഞാൻ വിചാരിക്കും അവർക്ക് എന്തെങ്കിലും പ്രശ്നം. ഓക്കെ, കോംപ്രമൈസ് ചെയ്യാൻ സംസാരിച്ചു, എന്നിട്ടും ആൾ അടുക്കുന്നില്ല. ആ, അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നും, ഫീൽ ആവത്തില്ലേ? അത് നിങ്ങൾ മറ്റേ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടും ആയതുകൊണ്ട് അങ്ങനെ അല്ലാത്ത ഒരാൾ എന്ത് ചെയ്യും? ഓക്കെ, അത് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ അല്ലാത്ത ഒരാൾ എന്ത് ചെയ്യും? അവിഹിതം പിടിച്ചപ്പോ പോലും ഉമ്മ കൊടുത്താണ് സോൾവ് ചെയ്തത്. ആ ചെറുക്കനെ വളർന്നു കണ്ടില്ലേ? അത് നിങ്ങൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയോണ്ട് ഗേൾ ഫ്രണ്ടിന് ബോയ് ഫ്രണ്ടിന് ഉമ്മ കൊടുക്കാലോ. പക്ഷെ ഫ്രണ്ട്സിന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് കീരിയുടെ കഴിവ് പോലെ ഇരിക്കും. ഇത് കഴിവിന്റെ മാറ്റർ അല്ല. പറയൂ. ഞാൻ പറഞ്ഞത് ഞാൻ ഇതേപോലെ ആളെടുത്ത് സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ചെല്ലാൻ നേരത്ത് ഇതേപോലെ ആള് ആ സിറ്റിന്ന് ഇറങ്ങുവാന്നും പറഞ്ഞ് എന്നെ അവോയ്ഡ് ചെയ്യുവാ. ഞാൻ സംസാരിക്കാൻ അങ്ങോട്ട് ചെല്ലാൻ നേരത്ത് ആൾ എന്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അന്ന് ആ സമയത്ത് അത്രയും എന്നെ നന്നായിട്ട് നോക്കിയ ആള് പിന്നെ ഒരു സമയത്ത് ആളുടെ സ്വഭാവം മാറാൻ നേരത്ത് എനിക്കത് സ്വാഭാവികമായിട്ട് എനിക്കത് ഹേർട്ടാവും. അതാണ് സംഭവിച്ചത്. ഞാൻ അത് പറയുകയും ചെയ്തു ആളെടുത്ത്. എന്നിട്ടും സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാസവണ്ണ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. വാസവണ്ണ ഇഷ്ടപ്പെടുന്ന ഒരാള് നീ ഒരു വാണമായി പോയല്ലോടാ. അത് പറഞ്ഞപ്പോ ആരാ വിളിയാട്ടെ? അപ്പൊ ഇവനൊക്കെ നിന്നെയൊക്കെ പെണ്ണിട്ടിട്ട് പോയതിൽ എന്ത് അതിശയമുണ്ട് ആർക്ക്? എനിക്ക് തിരിച്ചു പറയണേ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. CPR കൊടുത്തപ്പോ ഇടയ്ക്ക് ഇങ്ങനെ ഇതായെന്ന് പറഞ്ഞത്. വെറുതെ കിടന്ന് സ്പാം ചെയ്യല്ലേ. ഞങ്ങൾക്കറിയാം വാറെടുക്കണം. കേട്ടോണ്ടിരുന്നപ്പോ പറഞ്ഞപ്പോ ഞാൻ ഏറ്റവും നല്ലൊരു നിങ്ങൾ റെഡി ആയിട്ട് ബ്രിഡ്ജിന്റെ അടുത്ത് അവിടെ ശരി. ഈ പലയിട്ടോ വണ്ടി എടുക്കുന്നുണ്ടോ? ഇത് ഞാനൊരു വണ്ടി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വണ്ടി ഉണ്ട്. 1 2 3 4 എന്താണ് സംഭവിച്ചു ഗൈസ്? ഒരു സെക്കൻഡ്. മനോബ്രോ വീണ്ടും 25 മെമ്പർഷിപ്പോ? അങ്ങനെ അത് കേട്ടെങ്കിൽ നമ്മുടെ ഒക്കെ കഴിഞ്ഞു പോയേനെ.
നല്ല രീതിയിൽ ഒന്ന് മയപ്പെട്ട് വന്നതല്ലേ വാസവന്? അത് മയൊന്നുമില്ല, അത് മുളച്ച് കഴിവുള്ള ഇല്ല വാസന, ഞാൻ കാര്യം പറയട്ടെ. ഞാൻ വാസന ഇത്രയും ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉള്ള വാസന ഓക്കെ സോറി. കുറെ കേട്ടിട്ടുണ്ട് കേട്ടോ. അവൻ സോപ്പിടുന്നേ അവൻ. അല്ലടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിനക്ക് ചില സമയത്ത് ഞാൻ നിന്നെ കാണുമ്പോൾ തോന്നുന്നു നീ ഒരു ബ്രില്യന്റ് ആണെന്ന്. കാരണം നീ പെട്ടെന്ന് പെണ്ണുങ്ങളെയൊക്കെ വളച്ച് സെറ്റ് ആയിട്ട് നടക്കും. നീ അടുത്ത ദിവസം ബ്രേക്കപ്പ് ആയി ഇങ്ങനെ മുമ്പ് കിടക്കുമ്പോൾ ഞാൻ വിചാരിക്കും നീ ഒരു മണ്ടനാണെന്ന്. പിന്നെ അതിന്റെ കാരണം തിരക്കി ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും നിനക്ക് ചന്തി പോലും ബ്രെയിൻ ഇല്ലെന്ന്. സ്ഥലം ബാക്കിയുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടാ? എന്താ എനിക്ക് നിന്നെ അങ്ങോട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല പഴയതുപോലെ. വാസന അതായത് വാസവന് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. പക്ഷെ ആ കുട്ടി വാസവനെ പോലെ എല്ലാരും കണ്ടാ എങ്ങനെ ഇരിക്കും? മോനെ കിരി, എടാ, ഇതൊക്കെ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, പക്ഷെ ആ ഇഷ്ടം നീ പറയണ്ടേ ആ കൊച്ചിനോട്? വാസന ഇതൊക്കെ നമ്മളെ കേട്ടോ, അടിച്ച് കൈ കൊടുക്കൂല നമ്മള്. ചന്ദ്രൻ SRK ദർശു. ഞാനത് പറഞ്ഞപ്പോ ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി പോയതാണ്. ആർക്ക്? ഇതൊക്കെ അപ്പൊ തന്നെ ആർക്കെന്നോ നിനക്ക് അപ്പോഴും അതാ അറിയണ്ടേ. അറിയാം, ഞാനൊരു ഗ്യാങ്ങിന്റെ ലീഡറാ. അവിടെ വാറ് നടക്കാൻ പോവാ. ഞാൻ അവരുടെ അടുത്ത് BNB കാരുടെ അടുത്ത് മെസ്സേജ് അയച്ചതാണ്. അവരുടെ അടുത്ത് എന്റെ അടുത്ത് പറഞ്ഞു റെഡി ആകുമ്പോ ഒരു മെസ്സേജ് അയക്കാം. അത് അയക്കാൻ പോയത്. അയ്യോ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം ഇനി. അപ്പൊ അതാണ് സംഭവം. അങ്ങനെ കാണാ. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യണേ. ഇത് പണ്ടത്തെ മറ്റേ കല്ലുമാലക്കാതിൽ കമ്മലതില്ലേ ആ കാലമല്ല. പിള്ളേർക്കൊക്കെ ബുദ്ധി വിവരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് മനസ്സിലായ പണ്ടത്തെ ചീപ്പ് ട്രിക്സും സെൽഫി എന്നൊക്കെ പറഞ്ഞ തോളത്തെടുത്ത് മറ്റേ അവിടെ പോയി പാരച്ചൂട്ടി ചാടുന്നൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പറഞ്ഞ കുളിയും നനയില്ല. അതായത് ഇങ്ങനെ ഞാൻ കമ്മൽ വരെ ഇട്ട് കണ്ടില്ലേ. ഇങ്ങനെ നടന്നാലേ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ എന്നിട്ടും ഒന്നും കിട്ടുന്നില്ല. എന്റെ മോബിയൊക്കെ കണ്ടില്ലേ, അവന്റെ തലമുടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മരത്തിന്റെ ചില്ല പോലെയാണ്. അതൊക്കെയാണ് പിള്ളേർക്ക് ഇപ്പൊ ഇഷ്ടം. കൊറിയൻ ട്രെൻഡ് അങ്ങനെ എടുത്തോണ്ടൊക്കെ നടക്കണം. അതൊക്കെയാണ് അതൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് വേണ്ടത്. അപ്പൊ കാലത്തനുസരിച്ച് മാറണം. അല്ലാതെ ഇപ്പോഴും പോയി നിങ്ങളൊക്കെ മറ്റേ പാന്റ് ഇട്ടല്ലേ ഈ പാന്റ് ഒക്കെ കഴിഞ്ഞടാ. ഇതിൽ നീ 2026 വാ ബ്രോ. അപ്പൊ ഈ പാന്റ് എങ്ങനെ ഊരണത്? 2015 എത്തി അറ്റ്ലീസ്റ്റ്. സ്ക്രാച്ച് പാന്റിലൊക്കെ എത്തി. എടാ മറ്റേ ഇത് കവർ കാലിലിട്ട് കവറ് വേറെ നമുക്ക് നടക്കൂലാണ്. അവരുടെ അടുത്ത് പിടിച്ച ഒരു തഗ് പറഞ്ഞിട്ട് ഇതങ്ങ് അവസാനിപ്പിക്കാം. ഇത് അവസാനിപ്പിക്കണം അവസാനം ഡാറ്റ് പറഞ്ഞ കീരിക്ക് വേറെ നീ വിളിച്ചിട്ട് സ്പീക്കർ ഗോവി ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ഞാൻ ഇടാനാ? അല്ല നീ വിളിക്ക്. നീ അവളെ വിളിക്ക്. നീ അവളെ വിളിച്ചിട്ട് എനിക്ക് ഗേൾഫ്രണ്ട് ആയി സന്തോഷത്തോടെ ജീവിച്ചു. ഇനി ഒന്നിനും ഞാൻ വരത്തില്ല. എന്നിട്ട് വേറൊരു മാസമായിട്ടുണ്ട് ഞാൻ പറഞ്ഞേട്ടാ. ഞാൻ സൗണ്ട് കേൾക്കുന്നില്ല. വായിലെന്തോ പഴം കയറിയ പോലെ ആയ പെട്ടെന്ന്. മാഡിനെ വിളി, മാഡിനെ. എടാ അവര് റെഡിയാണോ? എന്നാ ഞങ്ങളിതാ വരുന്നത്.